നമ്മൾ ഉണ്ടാക്കിയത് അടിപൊളി പൊറാട്ടയാണ്. നല്ല സൂപ്പറായിട്ട് പൊറാട്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ 35-40 മിനിറ്റ് കൊണ്ട് ശരിക്കും മാവ് കുഴച്ച് എല്ലാം റെഡിയാക്കി പൊറാട്ടയായി ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല കളറിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മളൊരു പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനല്ല ചെയ്യുന്നത്, ഉപ്പച്ചിയാണ്. എൻ്റെ ഉപ്പച്ചിയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു പൊറോട്ടയുടെ റെസിപ്പി ചെയ്യണം എന്നുള്ളത്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലെത്തുന്ന സമയത്ത് ചെയ്യാമെന്നുള്ളത്. കാരണം ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് അത്രയ്ക്കൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. പക്ഷെ ഉപ്പച്ചി നല്ല സൂപ്പറായിട്ട്, ഉപ്പച്ചിൻ്റെ പൊറോട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പൊറോട്ട തന്നെയാണ് കേട്ടോ. കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ആ ഒരു എക്സ്പീരിയൻസോടുകൂടി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട തന്നെയാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പൊറോട്ട ഉണ്ടാക്കാൻ പറയുമ്പോൾ ഭയങ്കര ടാസ്ക് ആയിട്ടാണ് എനിക്കൊക്കെ തോന്നുന്നുള്ളത്. പക്ഷേ ഈ ഒരു ഉപ്പച്ചി ചെയ്യുന്ന ഈ ഒരു രീതിയിൽ കണ്ടുനോക്കിയ സമയത്ത് നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അതായത് ഒരുപാട് സമയം മാവൊക്കെ കുഴച്ച് വെക്കുന്നൊന്നുമില്ല. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കുഴച്ച് റെഡിയാക്കി ബോളൊക്കെ പിടിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു 3 കിലോ അളവിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞൊരളവിൽ മെഷർമെൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അബുദാബിയിൽ എത്തിയതിന് ശേഷം ഒരു 1 കിലോ അളവിലൊക്കെ വേണ്ടവർക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 3 കിലോ അളവിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ പൊറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മൈദ, കോഴിമുട്ട, ഉപ്പ്, അപ്പക്കാരം, പഞ്ചസാര, ഓയിൽ, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് പൊറാട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി വേണ്ടത്. നമുക്ക് 3 കിലോയുടെ പൊറാട്ടയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പൊറാട്ട ഉണ്ടാക്കാൻ ആരംഭിക്കുകയാണ്. മൈദ എടുക്കുകയാണ്. അത് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു കുഴി എടുക്കണം. ഇങ്ങനെ മൈദക്കകത്ത് ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് ഒരു കുഴി പോലെ റെഡിയാക്കണം. അതിന് ശേഷം ഉപ്പാണ് ഇടുന്നത്. ഇനി വേണമെങ്കിൽ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ ഇടാം. ഇത് പഞ്ചസാരയാണ്. 3 കിലോത്തിനായതുകൊണ്ടാണ് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടുന്നത്. 1 കിലോത്തിനാണെങ്കിൽ ഒരു 1.5 മതി. ഇത് കോഴിമുട്ടയാണ്. 3 കിലോത്തിനായതുകൊണ്ട് നമ്മൾ 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 1 കിലോ ആണെങ്കിൽ 2 കോഴിമുട്ട മാത്രം മതി. കോഴിമുട്ട നമ്മൾ എടുത്ത് ശരിക്കും കഴുകി ആദ്യം വൃത്തിയാക്കി വെക്കണം. അല്ലെങ്കിൽ ഈ കോഴിമുട്ടയ്ക്ക് മുകളിലുള്ള പൊടികൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വൃത്തിയായിട്ട് തന്നെ കോഴിമുട്ട കഴുകി എടുത്ത് വെക്കണം. ഇനി നമ്മൾ കുറച്ച് അപ്പക്കാരമാണ് ഇടാൻ പോകുന്നത്. ഈ അപ്പസോഡ 3 കിലോ ആയതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത്. 1 കിലോത്തിന് കുറച്ച് മതി. ഇത് കൂടിപ്പോയാൽ പൊറാട്ടയുടെ കളറ് ചുവന്നു പോകും. തന്നെയല്ല അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി നമ്മളിതിനെ ആദ്യം മിക്സ് ചെയ്യാൻ പോവാണ്. കൈകൊണ്ട് ശരിക്ക് പഞ്ചസാര, ഉപ്പ്, കോഴിമുട്ട, ഈ അപ്പക്കാരം ശരിക്കും മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക. ഏകദേശം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്ത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാം. പലർക്കും ഒരു സംശയമുണ്ട്, ചൂടുവെള്ളത്തിലാണോ കുഴയ്ക്കുക അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ടാണോ കുഴയ്ക്കുക, പാലൊഴിച്ചിട്ടാണോ കുഴയ്ക്കുക എന്നൊക്കെ സംശയമുണ്ട്. പച്ചവെള്ളം മാത്രം മതി. ശുദ്ധമായ പച്ചവെള്ളം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എന്നിട്ട് ഇങ്ങനെ സൈഡിലുള്ള മാവിന് കുറച്ച് ഇതിപ്പോൾ നമ്മൾ ഒരു ചെറിയ ചെരുവത്തിലൊക്കെ ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, പൊട്ടി പുറത്തേക്ക് പോകുന്നില്ല. ഇതേമാതിരി ഓപ്പണായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിങ്ങനെ സൈഡിൽ കൂടെ കുറച്ച് ഈ വെള്ളത്തിനെയും മാവിനെയും കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ച് പൊടി നനയ്ക്കുക എന്ന് പറയും. ഇത് ആദ്യം നനയ്ക്കുക എന്ന് പറയും. ഇങ്ങനെ ഇപ്പം നമ്മൾ നനച്ച് കഴിഞ്ഞു. ഇനി ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും വെള്ളം കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യണം. വെള്ളം ഓവറായി കഴിഞ്ഞാൽ പൊറോട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. തന്നെയല്ല നമുക്ക് വിചാരിച്ച പോലെ അതിൻ്റെ
എന്താ പറയുക, അതിൻ്റെ കണ്ടീഷനിൽ വരില്ല. ഇങ്ങനെ ശരിക്ക് നന്നാക്കി കുഴയ്ക്കണം. കുഴ കുറഞ്ഞാൽ പൊറോട്ടയുടെ ടേസ്റ്റ് കുറയും. ശരിക്ക് നന്നാക്കിയിട്ട് ശരിക്ക് കുഴച്ചാൽ നല്ല പൊറോട്ടയായിട്ട് കിട്ടും. ഇപ്പം ശരിക്ക് മൈദ നല്ല കുഴയായിട്ടുണ്ട്. ഇനി ഇതിനെ ശരിക്കിങ്ങനെ ഉരുട്ടി വെച്ച് അതിൻ്റെ മുകളിൽ ഓയിൽ ശരിക്ക് പുരട്ടി കൊടുക്കുക, മുകളിലും അടിയിലും. ഇങ്ങനെ ശരിക്ക് പുരട്ടി തോർത്തോ അല്ലെങ്കിൽ വൈറ്റ് നല്ല വൃത്തിയുള്ള തുണിയോ ഒന്ന് നനച്ച് ഇതിൻ്റെ മുകളിലിങ്ങനെ ഉണങ്ങാൻ വിടാതെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ബോൾ പിടിക്കാം. ഇനി നമ്മൾ ബോൾ പിടിച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പം മൈദ കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റായി. ബോൾ പിടിച്ച് വയ്ക്കാൻ പോവുകയാണ്. ബോൾ എന്ന് പറയുന്നത് 2 പൊറാട്ടയ്ക്കുള്ള ബോളാണ് നമ്മൾ പിടിക്കുന്നത്. 2 പൊറാട്ടയ്ക്കുള്ള ബോളാണ് നമ്മൾ പിടിക്കുന്നത്. ഇതാ, രണ്ട് പൊറാട്ടയ്ക്കുള്ള ബോളാണ് നമ്മൾ പിടിക്കുക. രണ്ട് പൊറാട്ടയ്ക്കുള്ള ബോളാണ് നമ്മൾ പിടിക്കുന്നത്. 2 പൊറാട്ടയ്ക്കുള്ള ബോൾ പിടിച്ചു കഴിഞ്ഞാൽ ഇത് 4 പൊറാട്ടയ്ക്ക് പിടിക്കാം, 5 പൊറാട്ടയ്ക്ക് പിടിക്കാം, 1 പൊറാട്ടയ്ക്ക് പിടിക്കാം. അവനവൻ്റെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് പിടിച്ചെടുക്കാം. ഈ ഒരു ബോളിനകത്ത് കുറച്ച് മാവ് കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല. നമ്മൾ വീശി പൊറോട്ട ചുറ്റിയെടുക്കുന്ന സമയത്ത് അതിനെ കട്ട് ചെയ്തിട്ട് അടുത്തതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ ബോളിനെ ഉള്ളിലേക്കാക്കി ശരിക്ക് കണ്ടോ ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ. ഇത് ഇനി മാവ് ബാക്കിയില്ല. ഇതൊരു 3 പൊറോട്ടയ്ക്കുള്ള ബോൾ ഉണ്ടാവും. ഞാനത് ഒരുമിച്ച് ചെയ്യാണ്. ഇതാ, ഇനി നമുക്ക് എണ്ണ ഓയിൽ ഇതിൻ്റെ മുകളിൽ പുരട്ടി വയ്ക്കുകയാണ്. ഇത് 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് വീശുമ്പോൾ എളുപ്പമാണ്. 2, മാവ് ഉണങ്ങില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ അതായത് വീശുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എണ്ണ പുരട്ടി വയ്ക്കുകയാണ്. നമ്മളെ മുറിഞ്ഞ ഭാഗം അടിയിലേക്കാക്കി ഇങ്ങനെ വെക്കണം. അപ്പോൾ അത് ജോയിൻ്റ് ആവും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ജോയിൻ്റ് ആവും. ഇനി നമ്മൾ അതിന് മുകളിൽ തുണി അത് നമ്മൾ നനച്ചാണ്. അത് നനച്ചുകൊണ്ട് പിന്നെ നനയ്ക്കണമെന്നില്ല. ഇങ്ങനെ വെച്ച് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റിന് വെക്കണം. ഇനി നമുക്ക് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് നല്ല രീതിയിൽ വീശിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 ബോൾ ഇതേപോലെ ഒന്ന് ഇവിടെ ലേശം എണ്ണ തേച്ച് ഇങ്ങോട്ട് മാറ്റിയിടാം. ആദ്യം പിടിച്ച ബോൾ വേണം ഇങ്ങനെ മാറ്റിയിടാൻ. അപ്പോൾ പെട്ടെന്ന് വൃത്തിയായി കിട്ടും. കൂടുതൽ മാവുണ്ടെങ്കിൽ മൈദ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരുമിച്ച് ഇതേപോലെ പരത്തിയിടരുത്. സെറ്റായി പോവും. എല്ലാം കൂടെ ഒട്ടി സെറ്റായി പോവും. ഒരു 10 ബോൾ 15 ബോൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പരത്തിയിടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റായി ഇത് പരത്തി വെച്ചിട്ട്. ഇനി നമുക്ക് വീശാൻ പോകാം. ഇത് വീശിയെടുക്കാം, ഒന്ന് കാണിക്കാം. വീശുന്ന സമയത്ത് ഇതിങ്ങനെ പരത്തുമ്പോൾ ഇതിൻ്റെ സൈഡ് കട്ടി വളരെ കുറച്ചെടുക്കണം, വളരെ കുറച്ച്. ഇനി ഒന്നുകൂടെ കുഴയ്ക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ പൈപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതേപോലെ
പത്തിരി പരത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് സൈഡ് നല്ലപോലെ പരത്തിയെടുത്താൽ ഇങ്ങനെ ഇങ്ങനെ വീശി വെച്ച് ഇതിനകത്ത് എണ്ണ കൊടുക്കണം. നമ്മൾ ഓയിൽ കൊടുത്ത് കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റിയിട്ട് ഈ പീസ് ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ചുറ്റിയെടുത്ത് സൈഡ് ശരിക്ക് ഇങ്ങനെ കട്ടി കുറച്ചിരിക്കണം. സെൻറ്റർ കുറച്ച് കട്ടിയിരുന്നാലും കുഴപ്പമില്ല. സൈഡ് കട്ടി വളരെ കുറഞ്ഞിരിക്കണം. എങ്കിലേ ഇത് വീശുന്ന സമയത്ത് സെൻറ്ററിലുള്ള മാവ് നീണ്ടുകൊണ്ടേയിരിക്കും. കണ്ടോ, വളരെ നൈസായിട്ട് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണ കൊടുത്ത് സെൻറ്റർ കത്തി കൊണ്ട് മുറിച്ച് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് ഈ തല ഇതിനകത്തേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കയറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളെല്ലാം വീശി വെച്ച് കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ തുണിയിട്ട് വളരെ വൃത്തിയായി വെക്കുക. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വൃത്തിയാക്കി തുണിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ റെസ്റ്റായി നല്ല ക്ലിയറായിട്ട് കിട്ടും. ഇനി നമ്മൾ പൊറോട്ട ചുടാൻ പോവുകയാണ്. ഈ തുണിയുടെ കുറച്ച് ഇങ്ങോട്ട് എടുത്ത് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാവൂ, അല്ലെങ്കിൽ മൊത്തം ഉണങ്ങിപ്പോകും. ഇപ്പോൾ നമ്മൾ ഓയിൽ എടുക്കുകയാണ്. ഓയിലും കുറച്ച് ഡാൽഡയും മിക്സാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഡാൽഡ ഇട്ട് കൊടുത്താൽ ഇത് ചുടുന്ന സമയത്ത് മാത്രം കേട്ടോ. വീശുന്ന സമയത്തോ മറ്റുള്ള ടൈമുകളിലൊന്നും ഡാൽഡ ഉപയോഗിക്കരുത്. ഡാൽഡ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ ഡാൽഡ ഓയിലിനകത്ത് വെച്ചത് കുറച്ച് നേരം ഈ കല്ലിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉരുകി കിട്ടും. രണ്ടും കൂടെ പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ ശരിക്ക് നമ്മളെ ഡാൽഡയും ഓയിലും കൂടെ മിക്സായിട്ടുണ്ട്. നല്ല ചൂടുണ്ടാവും. സ്റ്റീലിൻ്റെ പാത്രമാണ്. എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം. കുട്ടികളെയൊന്നും അടുത്ത് നിർത്തിയെടുക്കരുത്. വളരെ മെല്ലെ സാവധാനത്തിലെടുത്ത് വെക്കണം. നമ്മൾ ആദ്യം എണ്ണ കൊടുക്കുകയാണ്. എണ്ണ കൊടുത്ത് പരത്തി കൊണ്ടിരിക്കുകയാണ്. സൈഡ് ഇതും പൊറോട്ടയും എപ്പോഴും സൈഡ് നല്ലോണം പരന്ന് വരണം ശരിക്ക്. ഇനി കുറച്ച് എണ്ണ കൊടുക്കാം. അതിനുശേഷം എടുത്ത് ശരിക്ക് സൈഡ് കട്ടി കുറച്ച് വരണം. സൈഡിൽ കട്ടി ഉണ്ടെങ്കിൽ പൊറോട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ മുകളിൽ കൊടുക്കണം. അത് കഴിഞ്ഞ് മറിക്കുക. മറിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ പാകം ചൂടാണ്. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലെ എതളായിട്ട് പൊറോട്ട ഉണ്ടാവും. എതൾ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ശരിക്ക് ഇങ്ങനെ നല്ലോണം അടിക്കണം. അടിച്ചിട്ട് ഇതുപോലുള്ള കാസ്ട്രോളിനകത്ത് വെച്ചിട്ട് മൂടി വെക്കണം. ഒരിക്കലും പൊറോട്ട തുറന്ന് വെക്കാൻ പാടില്ല. ഇനി കാസ്ട്രോൾ ഇല്ലെങ്കിൽ ഇതേമാതിരി പൊറോട്ട ചുറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു വൈറ്റ് തുണി ഇട്ട് നല്ല മൂടി വെച്ചാലും പൊറോട്ട വൃത്തിയായിരിക്കും. എണ്ണ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ദോശക്കല്ലിലാണ്.
പലർക്കും വീട്ടിൽ പൊറോട്ട കല്ലുണ്ടാവില്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ദോശക്കല്ലിൽ ചുട്ട് കാണിക്കുന്നത്. ഇട്ട് കഴിയുമ്പോൾ ഇതേമാതിരി പൊന്തി വരുന്ന സമയത്ത് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കും. അങ്ങനെ 2-3 പ്രാവശ്യം മറിച്ച് എടുക്കുമ്പോഴേ ശരിക്കും വെന്ത് വരുള്ളൂ പൊറോട്ട. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് എണ്ണ ഇതേമാതിരി ആഡ് ചെയ്ത് കൊടുക്കും. ഡാൽഡ സ്വന്തം ഉപയോഗിക്കരുത്. ഓയിലിനകത്ത് കുറച്ച് ഡാൽഡ, അതായത് 1/4% ഡാൽഡയും 3/4% ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. നല്ലപോലെ ഇങ്ങനെ പൊറോട്ട പൊടിഞ്ഞു പോകരുത്, അല്ലാതെ ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ ശരിക്ക് അതളായിട്ട് പൊറോട്ട കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പൊറോട്ട ഇപ്പോൾ ചുട്ട് കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ടുണ്ട് പൊറോട്ട. ഇങ്ങനെയാണ് ഇത് കണ്ടോ, നല്ല എതളായിട്ട് പൊറോട്ട ഇങ്ങനെ എതളായിട്ട് വരും. നല്ല പൊറോട്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചൂടുള്ള പൊറോട്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ബീഫ് കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്